നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സ്ട്രെസ് സ്ട്രെയിനൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും. സൈക്കോളജിയിൽ ശരിക്കും അതിന് വേറൊരു വിങ് തന്നെയുണ്ട്, ജെറിയാട്രിക് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സ്പെഷ്യലൈസ് ചെയ്തവരാണ് ഈ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ട കൗൺസിലിങ്ങും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സ്ട്രെസ് സ്ട്രെയിനൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം? ഒരു മൈൻഡ്ഫുൾനെസ് തെറപ്പി ചെയ്യാം, അല്ലെങ്കിൽ യോഗ. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് തന്നെ നമ്മളുടെ ഉള്ളിലൊരു ആൻസർ ഉണ്ട് അല്ലേ. ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നതായിരിക്കത്തില്ല എനിക്ക് ബെനിഫിഷ്യലാണ്, എനിക്ക് ചിലപ്പോൾ യോഗയായിരിക്കും. അതുപോലെ നമുക്ക് ഏത് കാര്യത്തിലാണ് ഒരു കംഫർട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അത് ചെയ്യുക. ചിലർക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു നല്ലൊരു സൂതിങ് ആയിട്ടുള്ളൊരു സോങ് കേട്ടാൽ തന്നെ അവർ റിലാക്സ്ഡ് ആവും. ഡിവോഴ്സ് ആവാൻ പോകുന്ന ഒരു കപ്പിൾസ് അവർ വിമിയുടെ അടുത്ത് വരുന്നു, അവർ സംസാരിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും പറയാൻ സമയം കൊടുക്കണമല്ലോ. അപ്പോൾ രണ്ടുപേരെയും സെപ്പറേറ്റ് ഇരുത്തി സംസാരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഒരൊറ്റ സെഷനിൽ ഈ രണ്ടുപേരെടുത്ത് സംസാരിച്ച് അവർക്ക് ഒരു നിഗമനത്തിലെത്താൻ വിമിക്ക് പറ്റുമോ? ഓക്കെ, ഒരു സെഷൻ കൊണ്ടൊന്നും ചിലപ്പോൾ നമുക്കൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റില്ല. വരുന്ന ഇഷ്യൂ പോലെ ഇരിക്കും. ചിലപ്പോൾ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കും. അതൊരു 2-3 മണിക്കൂറിൻ്റെ സെഷൻ കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് കാരണം ഉണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ അവർക്ക് തമ്മിലൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടണം, അവർ തമ്മിലുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കണം എങ്കിൽ അതിന് കുറേ സെഷൻസ് ആവശ്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് രീതിയിൽ വന്നതാണെങ്കിലും, ഒരു മെൻ്റൽ ഇൽനെസ് ആണെങ്കിലും, ഒരു ഈ പറയുന്നത് പോലെ സ്ട്രെസ് ആങ്സൈറ്റി റിലേഷൻഷിപ്പ് ഇഷ്യൂ കൊണ്ട് വന്നതാണെങ്കിലും, സെഷൻസ് ഇറ്റ് ഡിപ്പെൻസ്. അവർ നമ്മളോട് കാണിക്കുന്ന റെസ്പോൺസ്, നമ്മുടെ ട്രീറ്റ്മെൻറ്റിനോട് കാണിക്കുന്ന റെസ്പോൺസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചായിരിക്കും എത്ര നാൾ എത്ര സെഷൻ എന്നൊക്കെ വരിക. ഇപ്പോൾ ആയവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ മെൻ്റൽ സ്റ്റെബിലിറ്റി, സ്ട്രെസ്സ്, സ്ട്രെയിന് അതൊക്കെ കൊണ്ടുവരുന്നവരുടെ എങ്ങനെയാണ് വരുന്നവരുടെ എണ്ണത്തിലുള്ള കുറവുണ്ടോ കൂടുതലുണ്ടോ? അതായത് യുവാക്കളെ അപേക്ഷിച്ച് പ്രായമായവർക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതിലൊക്കെ? സൈക്കോളജിയിൽ ശരിക്കും അതിന് വേറൊരു വിങ് തന്നെയുണ്ട്, ജെറിയാട്രിക് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സ്പെഷ്യലൈസ് ചെയ്തവരാണ് ഈ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ട കൗൺസിലിങ്ങും എല്ലാം ചെയ്യുന്നത്. അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും? മെയിൻലി ലോൺലിനെസ് ആണ്. കാരണം ആരും കേൾക്കാനില്ല, സെയിം ഇഷ്യൂസ് ആണ്. എന്നെ കേൾക്കാൻ ആരുമില്ല, എനിക്ക് ഹെൽത്ത് പഴയ പോലെയില്ല. അതൊരു അവരുടെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ലൈക്ക് പണ്ട് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അത് കാരണം എനിക്കുണ്ടാവുന്ന സ്ട്രെസ്, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസാണ് കൂടുതലും വരുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഒരാൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. എന്നെ കേൾക്കുന്ന ആൾ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, പിന്നെ എന്നെ കൂടുതൽ അവരുടെ അടുത്ത് സംസാരിക്കണം. പക്ഷേ ചിലരൊന്നും വ്യക്തമായിട്ട് പറഞ്ഞെന്ന് വരില്ല. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ മിക്കവാറും അവരൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ഇത് കൊണ്ട് വല്ല ഗുണം ഉണ്ടാവുമോ, അതോ ഈ ഒരൊറ്റ സെഷൻ കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ മാജിക് സംഭവിക്കും, ഇങ്ങനെയൊക്കെ പല എക്സ്പെക്റ്റേഷനിലായിരിക്കും അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ തെറപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോക്ക് തെറപ്പി. അതൊരു ഫ്രണ്ട്ലി കോൺവെർസേഷനാണ് ശരിക്കും. ഈ ഫ്രണ്ട്ലി കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ സമ്മൺ ഈസ് ലിസണിങ് ടു യു പേഷ്യൻ്റ്ലി വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് വിത്തൗട്ട് ഇൻറ്ററപ്റ്റിംഗ് യു. അതായത് നമ്മൾ പറയുന്ന കാര്യത്തിന് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നില്ല, നമ്മളെ കറക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾക്ക് ഗൈഡൻസ് തരുന്നില്ല, നമുക്കൊരു സൊല്യൂഷൻ തരുന്നില്ല. ദാറ്റ് പേഴ്സൺ ഇസ് ജസ്റ്റ് ലിസണിങ് ടു യു ആസ് എ ഫ്രണ്ട്. അങ്ങനെ ആ സംസാരിച്ച് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിവിയർ മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് സ്വയം തന്നെ, അതായത് വന്ന ആ പേഴ്സണിന് തന്നെ ഒരു സൊല്യൂഷൻ കിട്ടും. നമ്മൾ ഒരിക്കലും ഇതാണ് സൊല്യൂഷൻ, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുകയില്ല. സംസാരിച്ച് അവരെ കൊണ്ട് തന്നെ ആ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുക, അതാണ് തെറപ്പിയിലൂടെ ചെയ്യുന്നത്. ഏകദേശം എത്ര സമയം എടുക്കും? അങ്ങനെ ഒരു ഡിപ്പെൻസ്. ചിലതൊക്കെ 5 hours ഒക്കെ പോയ കേസസ് ഉണ്ട്. കാരണം സംസാരിച്ച് വരുമ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, നമ്മൾ പറയില്ലേ കുരുക്കഴിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും. വന്ന ഒരു ഇഷ്യൂ ആയിരിക്കില്ല, തുടങ്ങി വന്ന് വേറെ പല ലെവലിലേക്ക് പോകുന്ന കേസ്. എല്ലാവരും എല്ലാം തുറന്നു പറയാൻ തയ്യാറാവോ? അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ദേ ഷുഡ് ഫീൽ കംഫർട്ടബിൾ. അതൊന്ന്. പിന്നെ ഒരു എത്തിക്സ് ഉണ്ട് നമുക്ക്. അവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ എവിടെയും പോയി ഡിസ്ക്ലോസ് ചെയ്യില്ല. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം സൊസൈറ്റിയിലുള്ള പല ലെവലിലുള്ളവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ എന്നെ അവർ ജഡ്ജ് ചെയ്യുമോ,
ഞാൻ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ അവർ വിചാരിക്കുക ഓ ഇതിങ്ങനെ ഒരാളാണല്ലോ എന്നുള്ള ജഡ്ജ്മെൻറ്റ് വരുമോ എന്നുള്ള ഭയത്തോടൊക്കെയാണ് അവർ വരുന്നത്. പക്ഷെ വൺസ് ദേ ഫീൽ കംഫർട്ടബിൾ അവർ ഓപ്പൺ അപ്പ് ആവും. ഇപ്പോൾ മാനസികാരോഗ്യം, മാനസിക നില എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഓർമ്മ വരിക തിരുവനന്തപുരത്ത് ഊളംപാറ, കോഴിക്കോട് കുതിരവട്ടം, ഇതുപോലുള്ള ഈ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു മാനസിക നില, മാനസികാരോഗ്യത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഈ മാനസിക നില കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. അപ്പോൾ ഈ ഒരു ആളുകൾക്കിടയിലൊരു തെറ്റിദ്ധാരണ അതെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക? നമുക്ക് ചുരുങ്ങി എന്താ വളരെ ലളിതമായ രീതിയിൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ. ഒന്ന്, ആദ്യം തന്നെ എല്ലാവരുടെയും വിചാരം ഒരു മെൻ്റൽ ഇൽനെസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുക അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുക എന്നുള്ളത്. ഇതും അല്ലാതെ ഒരു സൈക്കോളജിക്ക് ടീച്ചിങ്, നമ്മുടെ പ്രൊഫഷനിൽ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിൽ, പിന്നെ നമ്മളുടെ പേഴ്സണൽ ലൈഫിലും, അതായത് ഒരു പേഴ്സൻ്റെ ഗ്രോത്തിൽ പോലും ഈ സൈക്കോളജിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രൊഫഷണലി നിങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അടുത്ത് വരാം. അതിന് ഭ്രാന്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ബൈപ്പോളർ ഡിസോർഡർ പോലുള്ള വലിയ അസുഖങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. ഈ കാര്യത്തിനെല്ലാം സൈക്കോളജിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഞാൻ കണ്ടിരിക്കുന്ന വേറൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം മാം വിദ്യ പറഞ്ഞതുപോലെ പോയി കഴിഞ്ഞാൽ ഭ്രാന്ത് അല്ലെങ്കിൽ എന്താ പറയുക മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാൾ എന്ന ഒരു ചിന്താഗതിയിലാണ് സൊസൈറ്റി എന്നെ ലേബൽ ചെയ്യുക എന്നുള്ളൊരു ഭയം ഉണ്ടാവും. അതും തെറ്റാണ്. കാരണം നിങ്ങളിവിടെ വരുന്നത്, നമുക്കൊരു പനി വന്നാൽ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകും, മെഡിസിൻസ് തന്നാൽ നമ്മളത് എടുക്കും എന്ന് പറയുന്ന പോലെ നമുക്ക് മനസ്സിന് ഒരു സുഖം തോന്നുന്നില്ലെങ്കിൽ നമുക്ക് അതിനൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോകണം. അതിലൊരു തെറ്റ് വിചാരിക്കേണ്ട കാരണമില്ല. പക്ഷേ ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം പല സെലിബ്രിറ്റീസ് ഇപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ഞാനിപ്പം അതിൻ്റെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം ആളുകളുടെ മൈൻഡ് സെറ്റിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലൊക്കെ പോകുമ്പോൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ സൈക്കോളജിസ്റ്റ് അയ്യോ സൂക്ഷിക്കണമല്ലോ, ഇനിയിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാം വായിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതും ഒരു തെറ്റിദ്ധാരണയാണ്. വി ആർ നോട്ട് മൈൻഡ് റീഡേഴ്സ്. ഒരുപാട് റിസർച്ചും പഠിച്ചും ഒക്കെ തന്നെയാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആവുന്നത്. അതും ഒരു മൈൻഡ് റീഡിങ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ വേറൊന്ന് കണ്ടിരിക്കുന്നത്, ജനറലി ഞങ്ങളുടെ സൈക്കോളജിസ്റ്റ് എല്ലാം പറയും, ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും പറയുമ്പോൾ ഓ യു ആർ എ സൈക്കോളജിസ്റ്റ്, യു നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആണല്ലോ, എന്ത് പ്രശ്നം വന്നാൽ. അതും തെറ്റാണ്. വി ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്. നമ്മളും മനുഷ്യരല്ലേ, നമുക്കും ഉണ്ട് പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം. അപ്പം ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ ഈ സൊസൈറ്റിയിലുണ്ട്. ഞാൻ ജനറലി കണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണിത്. ഓക്കെ. ഇപ്പോൾ നമുക്ക് വളരെ ലഘുവായ ഒരു പ്രശ്നം, വീട്ടിലെ പ്രശ്നമാണെങ്കിലും കൂട്ടുകാർക്കിടയിലെ പ്രശ്നമാണെങ്കിലും എന്താണെങ്കിലും വളരെ ചെറിയ പ്രശ്നമായിരിക്കും. ആ പ്രശ്നം വലുതായി നമ്മളൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി വരെയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊളംപാറയിലൊക്കെ 9-ാം നമ്പർ സെല്ലിലൊക്കെ കിടക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആവുമല്ലോ മനുഷ്യരെന്ന് വിചാരിച്ചു പോകും. അപ്പോൾ അത്രയും ചെറിയ പ്രശ്നത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു രീതിയിലേക്ക് ആൾക്കാർ എത്തിപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വേണ്ട രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തതല്ലേ? അവയർനെസ് ഇല്ലാത്തതിൻ്റെ തന്നെ പ്രശ്നമാണ്. കുറേയൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കുറേ എന്താ പറയുക തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഭയം കാരണം ഉള്ളിൽ തന്നെ ഒതുക്കുന്നത്, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ താമസിക്കുന്നത്, ഈ റീസൺസ് കൊണ്ടൊക്കെ തന്നെ ഈ സ്റ്റേജിലേക്കൊക്കെ എത്താം. പക്ഷേ ഇതിൽ ചിലതൊക്കെ ജെനറ്റിക് ആണ് കേട്ടോ. നമ്മളുടെ ഒരു ജെനറ്റിക്കലി വന്ന കാരണങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒന്ന് അവെയർ ആവുന്നത് നല്ലതായിരിക്കും. അതെങ്ങനെയാണ് പാരമ്പര്യമായിട്ട് ഇത് വരുന്നത്? എങ്ങനെയാണ് അത് പാരമ്പര്യമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അത് ജീൻസിൽ കൂടി നമുക്കത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ മെൻ്റൽ ഇൽനെസ് വന്നാൽ, മെൻ്റൽ ഇൽനെസ് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഭ്രാന്ത് എന്ന് പറയാതെ ഇരിക്കുകയാണ്. മെൻ്റൽ ഇൽനെസ് അതായത് മാനസിക വൈകല്യം ഉള്ള ഒരാൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാനുള്ളൊരു സാധ്യത ഉണ്ടോ? അല്ലാതെ അവരെ ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, ആ ഒരു രീതിയിലും അല്ലാതെ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവരെ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? ഇപ്പം മെൻ്റൽ ഇൽനെസ്സിൽ തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ സ്കിസോഫ്രീനിയ, ബൈപ്പോളർ ഡിസോർഡറിലൊക്കെ കറക്റ്റായിട്ട് മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി അണ്ടർ കൺട്രോൾ. ഇത് പൂർണ്ണമായിട്ട് മാറ്റാനല്ല, പക്ഷേ ഇതിൻ്റെ വരുന്ന എപ്പിസോഡ്സ് കുറയ്ക്കാം, റിക്കറിങ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. മെഡിക്കേഷൻ എടുക്കാതിരുന്നാലാണ് നേരത്തെ പറഞ്ഞതുപോലെ വലിയ സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നത്. കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ മെൻ്റൽ ഇൽനെസ്. അതേസമയം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ശരിക്കും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മെഡിക്കേഷൻസിലേക്ക് പോയില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ തെറപ്പിയിൽ കൂടിയൊക്കെ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
ഞാൻ നേരത്തെ ചോദിച്ചതിലേക്ക് തന്നെയാണ്, ഈ സ്ട്രെസ്സും സ്ട്രെയിനും സെയിം ആണോ സാർ? ഡിഫറെൻ്റ് ആണ്. എഗെയിൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫീലാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കണ്ടീഷനാണ്. ഈ സ്ട്രെയിൻ, സ്ട്രെസ്സ് ഇത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി നമ്മൾ ഡിസോർഡർ ആ ഒരു അവസ്ഥയിലേക്ക് പോവോ, അതോ വിഷാദ രോഗത്തിലേക്കാണോ നേരിട്ട് പോവുക? സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് മെൻ്റലി ഒരിതിലേക്ക് പോകില്ല. ആങ്സൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ സ്ട്രെസ്സും സ്ട്രെയിനും വരുമ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മൊമെൻറ്റിൽ മനസ്സിലാക്കും, ഓക്കെ എനിക്ക് ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ടെക്നിക്സ് ഉണ്ട്, ലൈക്ക് ബ്രീതിങ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടൊന്ന് കാം ഡൗൺ ചെയ്യുക. അത് നമ്മളുടെ കയ്യിൽ ഉള്ളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. അത് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ലേ ലോങ്ങർ ഡ്യൂറേഷനിലുള്ളതാണ്. അതിന് ഈ ഡിപ്രഷനിലേക്ക് കറക്റ്റ് ടൈമിന് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ മെൻ്റൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി യോഗ, പ്രധാനമന്ത്രി പോലും യോഗനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മെൻ്റൽ സ്റ്റെബിലിറ്റി നമുക്ക് കൂട്ടാൻ സഹായിക്കുമോ? ഈ യോഗ എന്ന് പറയുന്നത് ശരിക്കും മെൻ്റൽ സ്റ്റെബിലിറ്റിയുടെ കൂടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കൂടി മെൻ്റൽ വെൽനെസ്സിലേക്കാണ് പോകുന്നത്. ലൈക്ക് നേരത്തെ വിദ്യ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി മെൻ്റൽ ഹെൽത്ത് ഒരു സ്റ്റെപ്പ് മുകളിലാണെന്ന് പറയാം. ഇപ്പം നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ എവറസ്റ്റ്, ഇപ്പം ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാൾ എവറസ്റ്റിൻ്റെ മുകളിൽ കയറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഉണ്ടായിട്ട് പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ. ആക്ച്വലി അത് അവരുടെ വിൽ പവറാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു റെസിലിയൻസ് ആണ്. അതിലേക്ക് അവർ കൊണ്ടെത്തിക്കുന്നത് വെച്ചാൽ അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് ആണ്. ഈ ഫിസിക്കലി ഉള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചിട്ടാണ് അവർ ആ മെൻ്റൽ സ്ട്രെങ്ത് കൊണ്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നത്. അപ്പം മെൻ്റൽ സ്ട്രെങ്ത്തിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കൂടി നമുക്കൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത്, വിച്ച് ഈസ് റിയലി ഗുഡ്. ഓക്കെ. ഈ സ്ട്രെസ്സും സ്ട്രെയിനും അത് നമ്മൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പൊതുവേ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ പറയുന്നത് ഷുഗർ ലെവൽ കൂടും, പ്രഷർ കൂടും, ഈ സ്ട്രെസ്. അപ്പോൾ എല്ലാവരും പറയും ഈ സ്ട്രെസ്സും സ്ട്രെയിനും കൂടിയിട്ട്, അല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല ഷുഗർ കൂടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഇതിനൊക്കെ ബാധിക്കുമോ? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇപ്പം എല്ലാ ദിവസവും നമുക്ക് എന്താ പറയുക ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായാലും ഒരു ഡെഡ് ലൈൻ ഉണ്ട്, ഡെഫിനറ്റ്ലി നമുക്ക് ഓരോ ദിവസവും ഈ സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് നമ്മുടെ ഫിസിക്കലി നമുക്കതിങ്ങനെ പുറത്തേക്ക് വരും. ചിലർക്ക് ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, അങ്ങനെയുള്ള പല സിംറ്റംസും കാണിക്കും. അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടതാണ്. സ്ട്രെസ്സും സ്ട്രെയിനും നമ്മുടെ ശരീരത്തിനെയും ബാധിക്കുന്നതാണ് പറയുന്നത്. യെസ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കൊരു സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി കുറേ ഹോർമോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യത്തിലേക്കും നമ്മളെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇനിഷ്യൽ ലെവലിൽ തന്നെ എനിക്കിതാണ്, ഓക്കെ എനിക്ക് സ്ട്രെസ് ഉണ്ട്, എനിക്കൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ ഫീലിങ്സ് എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എനിക്കിങ്ങനെ വരാതിരിക്കാനുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബ്രീതിങ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് നമ്മളൊന്ന് കാം ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ കൂടെ നമുക്ക് സ്മൂത്തായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ നമ്മുടെ യോഗ അല്ലാതെ എക്സസൈസ്, നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ട് ആൾക്കാർ ഇപ്പോൾ ജിമ്മൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ജിമ്മ് അല്ലാതെ നടത്തം, അങ്ങനെ ഈ നമ്മുടെ എക്സസൈസ് എത്രത്തോളം നമുക്ക് സഹായകമാണ്? ഒരു ലെവൽ വരെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തിനെ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യും, വി ഈറ്റ് ഹെൽത്തി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ മെൻ്റൽ ഹെൽത്തിന് ശരിക്കും പറഞ്ഞാൽ ആംബിൾ റെസ്റ്റ്, സൗണ്ട് സ്ലീപ്പ്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ റീസെറ്റ് ചെയ്യുന്നത്. അതും ഈ പറയുന്ന എക്സസൈസിനോടൊപ്പം എക്സസൈസ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ബോഡിയിൽ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാവുകയാണ്. അതിനെ ഒന്ന് തിരിച്ച് നമ്മളെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ റെസ്റ്റും സ്ലീപ്പും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ആവശ്യം. എത്ര മണിക്കൂർ ഒരു മനുഷ്യൻ ശരാശരി ഉറങ്ങണം എന്നാണ് നിങ്ങൾക്ക്? സ്റ്റഡീസ് ഒക്കെ പറയുന്നത് 4 to 6 hours എന്നാണ്. പക്ഷേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് 8 hours ആണ്. 8 hours. കാരണം ഓരോ ടൈമിൽ നമ്മളുടെ ബോഡി ഫുള്ള് എന്താ പറയുക റിഫ്രഷ് ചെയ്ത് വരികയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 3 o'clock ശരിക്കും ഈ ആസ്മയൊക്കെ ഉള്ളവർക്ക് ആസ്മ അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നത്. കാരണം ആ സമയത്താണ് നമ്മുടെ ലങ്സ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഓരോ ഓർഗനും ടൈമുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ കൊടുക്കണം അതിന്. ഒരു 24 hours ഒരു 8 hours നമുക്ക്
അവോയ്ഡ് ചെയ്യാൻ പക്ഷെ പറ്റാത്ത ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പുലർച്ചെ വരെ ഞാൻ ജോലി ചെയ്യും, എന്നിട്ട് 3 മണിക്കൂർ, എനിക്ക് 3 മണിക്കൂറിന്റെ ഉറക്കം മതി, അത് മതി എൻ്റെ ശരീരത്തിനെന്ന് പറയാം. അപ്പൊ അതൊക്കെ കുറേ നാളത്തേക്കൊക്കെ അത് നമുക്ക് മാനേജ് ചെയ്ത് പോകാം. പക്ഷേ ഈ പറയുന്നത് പോലെ എല്ലാ കാര്യത്തിനും ഒരു ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എ റിയാക്ഷൻ, റൈറ്റ്? അതുപോലെ അത് എപ്പോഴെങ്കിലും ഒക്കെ പുറത്ത് വരും. ഇപ്പം ഞാൻ തന്നെ സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ചിലർ പറയും ഞങ്ങൾ രാത്രി 11 o'clock പോയി ചായ കുടിക്കും. അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന തെറ്റാണ്. അത് മനസ്സിലാക്കിയാൽ ഏറ്റവും ബെറ്റർ. ഇപ്പോൾ പഴയതിനേക്കാൾ ആളുകൾ ഈ തെറാപ്പിക്കും കൗൺസിലിങ്ങിനും ഒക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലിംഗ് ആയാലും തെറാപ്പി ആയാലും കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് പലരും വരുന്നുണ്ട്. അപ്പോൾ ഇത് എക്സ്പെൻസീവ് ആണോ ആക്ച്വലി? ഇത് ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഇപ്പം കൗൺസിലിംഗ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺവെർസേഷനാണ്. അത് ചിലപ്പം ആദ്യം തന്നെ നമ്മൾ ഓപ്പൺ അപ്പ് ആവണം എന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ കുറച്ച് പ്രാവശ്യം നമുക്ക് പല പല സെഷൻസ് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. കാരണം നമ്മളും ഒരാളുടെ പ്രോബ്ലംസ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനതിൻ്റേതായ ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ. പക്ഷേ എക്സ്പെൻസീവ് എന്ന് പറയില്ല. പിന്നെ നമ്മളുടെ ഒരു എന്താ പറയുക, ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും ഒരു ജിമ്മിൽ കൊണ്ട് കൊടുക്കുന്ന പൈസ പോലെയൊക്കെ തന്നെയാണ് മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിന് സ്പെൻഡ് ചെയ്യേണ്ടത്. അത് എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഫിസിക്കൽ ഹെൽത്തിനേക്കാൾ കൂടുതൽ മെൻ്റൽ ഹെൽത്ത്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ സൂക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല, ഏതാണ് വിമിക്ക് തോന്നിയിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതിനുള്ള അവയർനെസ് വളരെ കുറവാണ്. എല്ലാവർക്കും എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. അതിപ്പം ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈവൻ ഡോക്ടേഴ്സ് പോലും എനിക്കറിയാം, അവർക്ക് പോലും എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇപ്പം ചിലപ്പോൾ വരുന്നത് ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡും വൈഫും കൂടി ആയിരിക്കും. വൈഫിനാണ് പ്രശ്നം എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. പക്ഷേ സംസാരിച്ച് വരുമ്പോൾ നമുക്കറിയാം ഹസ്ബൻഡിനാണ് പ്രശ്നം. ചിലപ്പോൾ പേരൻസും കുട്ടികളും കൂടെ വരും. കുട്ടീനെയും കൊണ്ടായിരിക്കും പ്രശ്നം എന്നായിരിക്കും പറയുന്നത്. പക്ഷേ ശരിക്കും അത് പ്രശ്നം പേരൻസിനായിരിക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു സെഷൻ കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല. അപ്പോൾ അത് അഡ്മിറ്റ് ചെയ്യാൻ, എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. വൺസ് ദേ റിയലൈസ് ദാറ്റ് ഓക്കെ എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്. ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമല്ല, ഇപ്പോൾ ഇതുവരെ ഈ എത്ര വർഷമായി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി? മോർ ദാൻ 10 years. ഓക്കെ, 10 വർഷമായല്ലോ വിമി ഈ ഫീൽഡിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കേസ് ഏതായിരുന്നു? എല്ലാം നമുക്ക് ഭയങ്കര ക്ലോസ് ടു അവർ ഹാർട്ട് എന്ന് പറയാം. ചിലപ്പോൾ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് വന്നതാവാം, നേരത്തെ പറഞ്ഞ ഒരു സ്ട്രെസ് ആവാം, ചിലപ്പോൾ ബൈപ്പോളർ ഡിസോർഡറിൻ്റെ ഒരു സിവിയർ വേർഷൻ ആവാം. ഇതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ മനസ്സിലുണ്ടാവും അത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല 2 കേസസിൽ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി, ഷീസ് ഇൻ ഹർ ടീൻ. അപ്പോൾ ഈ കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. സൈക്കാട്രിസ്റ്റ് ഉണ്ട്, പക്ഷേ ഞാൻ സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അസസ്മെൻറ്റാണ്. അപ്പോൾ ഈ കുട്ടിയും അതിൻ്റെ മദറും കൂടിയാണ് വന്നത്. എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. അപ്പോൾ ഒരു ബാക്ക് പാക്ക് ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഈ വന്നിരുന്നപ്പോൾ മുതൽ ഈ കുട്ടി നമുക്കൊരു നോർമൽ ഫിഗർ അല്ല, നല്ല വണ്ണമൊക്കെ വെച്ചിട്ട് ഒട്ടും കെയർ ചെയ്തിട്ടില്ല, സ്വന്തം ഗ്രൂമിങ് ഒന്നുമില്ല. അപ്പോൾ ഈ വന്നിരുന്നപ്പോൾ മുതൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക, കണ്ണ് പോലും ഒന്ന് അടയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ ചെയ്യുന്നില്ല, ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, ഇതെൻ്റെ മദറാണ് ആൻസർ ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഈ കുട്ടീനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഈ കുട്ടി പോയപ്പോഴാണ് ഇതിൻ്റെ മദർ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതായത് ഈ കുട്ടിക്കൊരു 13 years'ലൊരു ചൈൽഡ് അബ്യൂസ് ഒരു ഇതിൽ കൂടി കടന്നുപോയി. അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ വീട്ടിൽ നിന്ന് മെയ്ഡിൻ്റെ മകനായിരുന്നു. ഇവരിത് റിയലൈസ് ചെയ്തില്ല. ഒരു 15 years, 13 years'ൽ നടന്നത് ഒരു 15 years'ലാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതും ഇയാൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഈ കുട്ടി ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ അപ്പോഴാണ് പേരൻസ് പോലും നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷമാണ് ഈ കുഞ്ഞത് പറയുന്നത്. അതും ഇതിൻ്റെ ബ്രദറും ഉണ്ട്. ആ ബ്രദറിനെ കൊന്നുകളയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ആരോടും പറയാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അമ്മ പറഞ്ഞു അത് എന്നോടെങ്കിലും പറയാമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി ചോദിച്ച ഒരേ ഒരു ചോദ്യം, അതിന് അമ്മയ്ക്ക് എപ്പോഴായിരുന്നു എന്നോട് സംസാരിക്കാൻ സമയം, കാരണം ബോത്ത് ഓഫ് ദം വർക്കിംഗ്. അത് അവർക്ക് വല്ലാണ്ട് ഹേർട്ടായി. പക്ഷേ ഈ കുട്ടിക്ക് അന്ന് മുതൽ ഒരു ബൈപ്പോളർ ഡിസോർഡർ പോലെയാണ് അതിൻ്റെ സിംറ്റംസ് വന്നത്. അതായത് പഠിക്കാൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു, പക്ഷേ പിന്നെ ക്ലാസ്സിലിരിക്കില്ല, കൂടെ ഇരിക്കുന്നവരെ പോലും ഡിസ്റ്റർബ് ചെയ്യും.
ഒരു റാങ്ക് വരെ അവർ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ കൂടെ ഇരിക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നപ്പം സ്കൂളിൽ നിന്നും പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ കുട്ടിക്ക് എവിടെയും ഒരു സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എക്സലൻറ്റ് ലാംഗ്വേജ്. അപ്പോൾ ഈ കുട്ടി പോയി ഡോക്ടറിനെ മീറ്റ് ചെയ്തിട്ട് തിരിച്ചെൻ്റെ ക്യാബിനിൽ വന്നപ്പോൾ ഷി വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്, ഭയങ്കര കൂളായിട്ട്. എന്നിട്ട് ഈ ബാക്ക് പാക്ക് തുറന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഫുൾ ഒരു ലോഡാണ് ബുക്സ്, നോട്ട് ബുക്സ് എല്ലാം ഈ കുട്ടി കൈകൊണ്ട് എഴുതിയ സ്റ്റോറീസ് ആൻഡ് പോയംസ്. അപ്പം ഞാൻ ആ ലാംഗ്വേജ് പെർഫെക്റ്റ്, അമേസിങ് ലാംഗ്വേജ്, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നതെല്ലാം. ശരിക്കും എനിക്കത് ഭയങ്കരമായിട്ട് മേ ബി ആ കൊച്ചിന് അതിൻ്റെ ആ പ്രശ്നം ഉണ്ടായ സമയത്ത് എൻ്റെ പേരൻസിനോട് പറയാൻ പറ്റി, ഒരു ട്രീറ്റ്മെൻറ്റിന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എന്താ പറയുക, ലൈഫ് തന്നെ വേറെ ഒന്നായേനെ. ഈ കുട്ടി പോയി, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് ഒരു സെഷന് വേണ്ടി വന്നു. അന്ന് നേരെ എൻ്റെ ക്യാബിനിലാണ് വന്നു. അന്നൊരു പേപ്പറിൽ എന്നെക്കുറിച്ചൊരു പോയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യും. അതൊക്കെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സിസ്റ്റത്തിലും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഇതിങ്ങനെ ഒരു കേസ്. പിന്നെ രണ്ടാമതൊരു കുട്ടി ഇതേപോലെ ഒരു ടീനേജിലുള്ള ഒരു പയ്യനെയും കൊണ്ട് അതിൻ്റെ മദറാണ് വന്നത്. ഫാദറും ഉണ്ട് മദറും ഉണ്ട്. അവരാദ്യം എന്നോട് സംസാരിച്ചു. അപ്പം പറയുന്നത് ഇതേപോലെ ആവറേജ് ആണ്, പക്ഷേ ഇപ്പോൾ വന്ന് പഠിക്കത്തില്ല, മോഷണമുണ്ട്, പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ആൻസർ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ഒട്ടും പ്ലസൻ്റ് അല്ലാത്തൊരു കണ്ടീഷനിൽ കൂടെ പോവുക. ഒരു ബ്രദറുണ്ട്, അപ്പോൾ ആ പയ്യനും ഇതേപോലത്തെ ഒക്കെ സ്വഭാവം കാണിച്ചു തുടങ്ങി. ഇവനെ കണ്ടിട്ട് അപ്പം ഞങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വന്നത്. ഈ കുട്ടിയോട് ആദ്യത്തെ സെഷനിൽ ഞാൻ സംസാരിച്ചു. എന്ത് ചോദിച്ചാൽ ഒന്നുമില്ല, എല്ലാം ഓക്കെ, ഇതേ പറയുള്ളൂ, എക്സ്ട്രാ ഒരു വേർഡ് പോലും ഇല്ല. സെക്കൻഡ് സെഷന് വന്നു, അപ്പോഴും ഇതേപോലെ തന്നെ റെസ്പോൺസ്. തേർഡ് സെഷന് വന്നു, ഞാൻ ചോദിച്ചു മോനെ എന്താവാനാണ് ആഗ്രഹം, ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കതിൽ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഇവൻ പറഞ്ഞു എനിക്ക് പൈലറ്റ് ആണ്. ഞാൻ ചോദിച്ചു ഇത്ര ഇഷ്ടമാണ്? അപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ ഓരോ പ്ലെയിൻ, ബോയിങ്, ഇതെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് പഠിക്കുമ്പോഴത്തേന് ഇവൻ്റെ സ്വഭാവമേ മാറി. കുറച്ച് കഴിഞ്ഞ് ഇവൻ പറഞ്ഞു മാം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടം, എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, ഞാൻ നല്ലൊരു അത്ലീറ്റാണ്, പക്ഷേ എൻ്റെ വീട്ടിൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യില്ല, നീ ഇപ്പോൾ സ്പോർട്സ് ഒന്നും ചെയ്യേണ്ട, നീ പഠിച്ചാൽ മതി. ഇങ്ങനെ കമ്പൽഷൻ ചെയ്ത് എനിക്കിപ്പം ഒന്നിനോടും താല്പര്യമില്ലാണ്ടായി എന്നൊരു കണ്ടീഷനായിരുന്നു. പിന്നെ പേരൻസിനെയും പറഞ്ഞ് മനസ്സിലാക്കി. ബട്ട് ലക്കിലി ആ കുട്ടി പിന്നെ തിരിച്ച് ട്രാക്കിൽ വന്നു. കുറച്ചൊരു 2-3 വർഷം കഴിഞ്ഞ് വന്ന് നമ്മളെ കാണുമ്പോൾ അന്ന് കണ്ട ആ കുട്ടി ഇങ്ങനെ ഒരു ലെവലെത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ സങ്കടം വരുന്നതും സന്തോഷം വരുന്നതും ഒക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ആദ്യം പറഞ്ഞ ആ ടീനേജുകാരി, ആ കുട്ടിക്ക് പിന്നെ എന്താ സംഭവിച്ചത്? ട്രീറ്റ്മെൻറ്റ് അത് ലൈഫ് ലോങ് വേണ്ടി വരും. കാരണം അതിങ്ങനെ ഒരു എപ്പിസോഡ്സ് പോലെ വരുന്നതാണ്. ചിലപ്പം അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവും, ചിലപ്പം ഭയങ്കര മൂഡിയാവും. അപ്പോൾ അതിങ്ങനെ മെഡിക്കേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഭാഗ്യത്തിന് അതിൻ്റെ പേരൻസ് അത് റിയലൈസ് ചെയ്തു. പിന്നെ ഒരു ഫിനാൻഷ്യലി വെൽ ഓഫ് ആണ്, അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ പിന്നെ ആ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തത് കൊണ്ട് എനിക്ക് പിന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ നിയമങ്ങൾ വയ്ക്കുക. എന്താ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, പഠിക്കേണ്ടതാണെങ്കിൽ കുട്ടികളുടെ താല്പര്യത്തിനല്ലാതെ നമ്മുടെ താല്പര്യത്തിന് അവരെ തള്ളിവിടുന്നൊരു പ്രതീതി ഇപ്പോൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ മെൻ്റൽ ഇൽനെസ്, മെൻ്റലി കുട്ടികളെ സ്റ്റേബിൾ അല്ലാതെ ആക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കില്ലേ? ശരിക്കും ഇപ്പോൾ കുറച്ചുകൂടി ലീനിയൻ്റ് ആയോ എന്നാണ് എനിക്ക് സംശയം. അതായത് പണ്ടൊക്കെ ഒരു വടിയെടുത്ത് അടിച്ചുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ഒരിടയ്ക്ക് നമ്മളൊക്കെ ഈവൻ ഞങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു റോങ് മെസ്സേജാണ് പോകുന്നത്, കുട്ടികളോട് നോ പറയരുത്. നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെന്തോ അത് ശരിയല്ല. നമ്മൾ നോയും യെസ്സും ജയവും തോൽവിയും എല്ലാം ഫേസ് ചെയ്തിട്ട് വേണം ഒരു സാധാരണ മനുഷ്യനെ പോലെ എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യാനുള്ള എല്ലാ മെൻ്റൽ സ്ട്രെങ്തും ഓരോരുത്തരിലും ഉണ്ട്. അപ്പോൾ അതിനുള്ള രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ സിറ്റുവേഷൻസ് നമ്മൾ തന്നെ കൊടുക്കണം. ചില കാര്യങ്ങൾ ചെയ്യരുതെന്നാണെങ്കിൽ ചെയ്യരുത്, അതങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാതെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അയ്യോ വിഷമമായി പോയി ചെയ്തു എന്ന് പറയരുത്. നമ്മളൊരു കാര്യം പറഞ്ഞെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ആ ഒരു രീതിയിലുള്ള പേരൻറ്റിങ് പോലും ആവശ്യമാണ്. അപ്പോൾ ശരിക്കും പേരൻസിനും ഒരു അവയർനെസ്സിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ പയ്യന് മോഷണ ശ്രമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോഷ്ടിക്കാനുള്ളൊരു എന്താ പറയുക, നമ്മൾ അത് കാണുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേകപ്പെട്ട സാധനം കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എടുത്ത് പോക്കറ്റിലിടുക, അങ്ങനെയുള്ളൊരു പ്രതീതി ചില ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഈ
ഒരു മെന്റൽ ഇൽനെസ് തന്നെയാണ്. അത് മെന്റൽ ഇൽനെസ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ കുട്ടിക്ക് അത് അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നു. ഓക്കെ. അതായത് ഞാൻ ആ മോഷ്ടിക്കുമ്പോഴെങ്കിലും പേരൻസ് ആ, ഓക്കെ. ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഈ ഒരു തെറപ്പിയിൽ കൂടി തന്നെ അവൻ അത് ഓവർകം ചെയ്തു. ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത് വേറൊരു കണ്ടീഷനാണ്. അത് ഒരു എന്താ പറയുക സൈക്കോളജിക്കൽ ഡിസോർഡർ തന്നെയാണ്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. ഇപ്പോൾ കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിക്കൊണ്ടിരുന്നത് മൊബൈലിൻ്റെ ഉപയോഗമാണ്. പാരൻസ് എല്ലാം രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് പോലും ചിലപ്പോൾ പാരൻസ് നോക്കില്ല. ഇവർ ഫോൺ കൊടുക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കൊടുക്കും. കുട്ടികൾ ഫുൾ ടൈം ഓൺലൈൻ, വീട്ടിൽ വൈഫൈയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ സ്ഥിരമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് മെൻ്റലി ആ കുട്ടിക്ക് എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്? ഓക്കെ. സി എന്ത് കാര്യവും ഒരു ലിമിറ്റ് വരെ ഇറ്റ്സ് ഗുഡ് അല്ലേ? ഏത് കാര്യമാണെങ്കിലും ഇപ്പം ഈവൻ നമ്മുടെ ഫുഡാണെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം കഴിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് മൊബൈൽ ഫോണിൻ്റെ യൂസേജും. ഇപ്പം നമ്മൾ ജനറലി ഒന്ന് ഒബ്സർവ് ചെയ്ത് തന്നെ കഴിഞ്ഞാൽ തന്നെ കാണാം. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ പേരൻസിന് കഴിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുക്കും. പിന്നെ മണിക്കൂറുകളോളം അവൻ അതിലിരിക്കും. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം അവൻ മൊബൈൽ അഡിക്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ തന്നെയാണ് അതിനുള്ള സിറ്റുവേഷൻസ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അവരെ അതിലേക്ക് ഒരു അഡിക്ഷൻ വരാതിരിക്കാനുള്ള ചെറിയ ചെറിയ റൂൾസൊക്കെ നമുക്ക് വെക്കാം. ഇത്ര സമയം മൊബൈൽ തരാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഇന്ന കാര്യങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ. ഇവരെന്തൊക്കെയാണ് വാച്ച് ചെയ്യുന്നത്, ഇതിനൊക്കെ നമ്മളും ഇന്നത്തെ ലോകം അങ്ങനെയാണ്. അല്ല, ഞാൻ ചോദിക്കുകയാണെങ്കിൽ കുട്ടികളുടെ മൊബൈൽ യൂസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും? ഒന്ന് വളരെ ലഘൂകരിച്ചൊന്ന് പറയാൻ പറ്റും? മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ തന്നെയാണ് ഒരു വഴിയുള്ളൂ. അഡിക്ഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് വെക്കാം. അതായത് ഇപ്പോൾ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം നിനക്ക് മൊബൈൽ തരാം. അതും വെൻ ദർ ഇസ് എ പേരൻറ്റ് ഈസ് പ്രസൻറ്റ് ദെയർ, അപ്പോൾ മാത്രം. അല്ലാതെ നിങ്ങൾ എപ്പോഴും മൊബൈൽ കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള ഒരു രീതിയിൽ വെക്കരുത്. പിന്നെ ഒരുപാട് പേരൻസിന് ഇവരെ ഒബ്സർവ് ചെയ്യാനുള്ള ആപ്സൊക്കെ അവൈലബിൾ ആണ്, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനത്തെയുള്ള സ്റ്റെപ്സൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സ്ട്രെയിനൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മൈൻഡ്ഫുൾനെസ് തെറപ്പി ചെയ്യാം, അല്ലെങ്കിൽ യോഗ. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് തന്നെ നമ്മളുടെ ഉള്ളിലൊരു ആൻസർ ഉണ്ട് അല്ലേ? ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നതായിരിക്കത്തില്ല എനിക്ക് ബെനിഫിഷ്യലാണ്, എനിക്ക് ചിലപ്പോൾ യോഗയായിരിക്കും. അതുപോലെ നമുക്ക് ഏത് കാര്യത്തിലാണ് ഒരു കംഫർട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അത് ചെയ്യുക. ചിലർക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു നല്ലൊരു സൂതിങ് ആയിട്ടുള്ളൊരു സോങ് കേട്ടാൽ തന്നെ അവർ റിലാക്സ്ഡ് ആവും. അപ്പം ഇതിലേതാണ് നമുക്ക് ആവശ്യം എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ സ്ട്രെസ്സിൽ നിന്ന് ഓവർകം ചെയ്യാം. അല്ലാതെ വേറെ ചില സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് നമ്മളിപ്പം ഈ ബിസിനസ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞവർ, അവർക്ക് ടൈം കിട്ടുമ്പോൾ ഒരു 5 minutes ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ സൈലൻ്റായിട്ട് കണ്ണടച്ച് ബ്രീതിങ് മാത്രം നോട്ടീസ് ചെയ്ത് ഒരു 5 minutes വെറുതെ ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രെസ്സിനെയും നമ്മുടെ ഈ മൈൻഡിലെ ആ ഒരു പ്രഷറിനെയും കാം ഡൗൺ ചെയ്യാനായിട്ട് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ചാനൽ തന്നെ ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു ഫിനാൻസ്. ഓരോ സെക്കൻഡിലാണ് ഇവിടെ ഓരോ ചേഞ്ചസ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രഷർ എത്രയാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾക്ക് യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്സ്. അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ എഴുതുക. അപ്പോൾ നമ്മുടെ കുറേ നെഗറ്റീവ് തോട്ട്സിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്കതിന് ഹെൽപ്പ് ചെയ്യും. മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആവുക, അതായത് അതും ശ്രദ്ധിക്കണം. നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് തരുന്നവരുമായിട്ട് കണക്റ്റഡ് ആവരുത്. നമ്മൾക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ വി ഫീൽ ഗുഡ്, അങ്ങനെയുള്ളവരുമായിട്ട്, അത് ഫാമിലി മെമ്പേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, അങ്ങനെയുള്ളവരുമായിട്ട് ഒരു കണക്ഷൻ വെക്കുക. കോൾ ആൻഡ് സ്പീക്ക് ടു ദം, അത് നല്ലതാണ്. പിന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ്. എല്ലാ സാധനങ്ങളും ഇപ്പം വാച്ച് ചെയ്താലല്ലേ നമുക്ക് പ്രഷർ വരുന്നുള്ളൂ. TV, ലാപ്ടോപ്പ്, മൊബൈൽ എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു 1 hour ഒന്ന് ഇരിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലൊക്കെ തന്നെയാണ് നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെന്നു, അവിടെ എല്ലാം ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ വി ഓൾസോ ഫീൽ ഗുഡ് അല്ലേ? അതേസമയം ഫുൾ മെസ്സി ആണെങ്കിൽ നമ്മൾ വിചാരിക്കില്ലേ ഇതെന്താ ഇതിങ്ങനെ. അപ്പോൾ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, വർക്ക് സ്പേസ് ആവാം, സ്റ്റഡി ടേബിൾ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത് വെച്ചിരിക്കുന്ന ഷെൽഫ് ആവാം, വാർഡ്രോബ്, ഇതെല്ലാം ക്ലീനായിട്ട് വെക്കുക. അതും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. ഇതെല്ലാം കൂടാതെ സ്ലീപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 8 hours സ്ലീപ്പ് കിട്ടാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക.
ഇതെല്ലാം നമ്മുടെ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു കാര്യം കൂടിയുണ്ട്, എക്സസൈസ് ഞാൻ പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ജിമ്മിൽ പോയിട്ട് അങ്ങനെയല്ല, ബി ഇൻ ദ നേച്ചർ. ഓക്കെ. നമ്മുടെ പ്രകൃതിയിൽ തന്നെ കുറേ ആൻസേഴ്സ് ഉണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ളത്. അപ്പോൾ അത് ഒന്ന് ആസ്വദിക്കാൻ നോക്കുക. അതുപോലെ ഞങ്ങൾ ചില സമയത്ത് കൊടുക്കുന്ന ടാസ്ക്കാണ് സാൻഡൽസ് ഒന്നും ഇടാതെ പച്ചപ്പുല്ലിൽ കൂടി നടക്കാൻ. ഇനിഷ്യലി നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും, കാരണം നമ്മളങ്ങനെ നടക്കുന്നില്ലല്ലോ. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഗ്രൗണ്ടഡ് ഫീലിംഗ് ഇല്ലേ, അത് ഭയങ്കരമായിട്ട് റിലാക്സേഷൻ തരും നമുക്ക്. അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വിമിയുടെ ഇത്രയും വിലപ്പെട്ട ഒരു ഇത്രയും സമയം നമുക്ക് തന്നതിന് വളരെയധികം താങ്ക്സ്. നമുക്ക് പുതിയൊരു എപ്പിസോഡുമായി ഹെൽത്ത് പ്ലസിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.